പഠിക്കാനിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു ക്രാഫ്റ്റ് ചെയ്യാന്ന്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കാമല്ലോ. സിബൊന്നും വേണ്ട. ഈ കവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അടുപ്പ് പോലത്തെ ഒരു കവറാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. എന്നാൽ വീഡിയോ കിടന്നാലോ. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു കോഫിയുടെ ഒരു ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഭാഗമുള്ള കാരണം കൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനത്തെ വീഡിയോ ഇത് വെച്ചൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ആദ്യം വെക്കുന്നത് A4 ഷീറ്റ് വേണം ഗൈസ്. സിമ്പിൾ കുറച്ച് കാര്യങ്ങളും മതി നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു A4 ഷീറ്റ് എടുക്കാം. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം, ഗ്ലൂ വേണം, സെലോ ടേപ്പ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്കത് മടക്കി കൊടുക്കാം. A4 ഷീറ്റ് മടക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു അളവ് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം വെട്ടി കൊടുക്കണം. നമുക്ക് വലിയ പൗച്ചല്ലല്ലോ, കുറച്ച് മതിയല്ലോ. ഒരു പൗച്ചിൻ്റെ രീതിക്ക് നമുക്ക് വെട്ടിക്കൊടുക്കാം. ഒന്നാമത് വെട്ടാൻ നല്ല കട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെട്ടാൻ നല്ല പണിയായിരുന്നുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ട് മുറിച്ചാണ് ഗൈസ് ഇത് വെട്ടിയെടുത്തത്. സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ നമുക്കിതിങ്ങനെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ഗൈസ് കണ്ടോ, ഇതുപോലൊരു ഹോള് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ സെലോ ടേപ്പ് ഒട്ടിച്ചോ. ഞാനിപ്പോൾ ഡബിൾ ടാപ്പാണ് ഒട്ടിച്ചത്. എൻ്റെ സെലോ ടേപ്പ് എനിക്ക് കിട്ടിയില്ലേ, അത് കാരണം ഞാൻ ഇപ്പോൾ ഡബിൾ ടാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. ഇനി നമ്മൾ നേരത്തെ വെച്ച് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഒരു വര വീടും നടുഭാഗത്തായിട്ട്. ആ വഴി വെച്ചിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് കത്രിക കൊണ്ട് വെട്ടിക്കൊടുക്കാം. ഇടിക്കാൻ വന്നിരുന്നതായിരുന്നു, പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെയാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പൗച്ചൊക്കെ ഉണ്ടാക്കാം. നമുക്കിനി എക്സാമൊക്കെ ഇല്ലേ, വേണമെങ്കിൽ പഠിച്ചൊക്കെ കാണിക്കാൻ ക്ലാസ്സിൽ പോയി. അപ്പോൾ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞോളൂ. എൻ്റെ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് പാറ്റേൺ വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ ഗ്രിഡ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് പെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 2 കളറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രിഡ് ലൈൻ പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതിൻ്റെ നമുക്ക് പൊട്രാക്ടർ എടുക്കാം. പൊട്രാക്ടർ ആണെങ്കിൽ സിമ്പിളായിരിക്കും ചെയ്യാൻ. അത് കാരണം കൊണ്ടാണ് ഞാൻ പൊട്രാക്ടർ എടുത്തത്. പൊട്രാക്ടർ ഞാൻ വീഡിയോ ഓണാക്കി ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. നിങ്ങൾക്ക് നല്ല ഭംഗിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ വേഗം ചെയ്തതാണ്, കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോട്ടോ. അതിൻ്റെ ഞാൻ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിബൊന്നും വേണ്ട. സിമ്പിളായിട്ടൊരു പൗച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. സിമ്പിളാണ് ഗൈസ് പൗച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ആദ്യം ഞാനൊരു ഡാർക്ക് കൊണ്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ലൈറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. തീ കണ്ട. അപ്പോൾ നമുക്കിനി ലൈറ്റ് വെച്ച് ചെയ്യാം ഗൈസ്. ലൈറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഒട്ടിച്ച് കൊടുത്താൽ. നമുക്ക് വരച്ചു കൊടുക്കാം. ഫൈനൽ ലുക്ക് ഞാൻ പോലും വിചാരിച്ചില്ല ഗൈസ് ഇത്ര അടിപൊളിയാവുന്നത്. അതുപോലെ സൂപ്പറാണ് ഗൈസ്. നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റ് പൗച്ചാണ്. ഇനി നിങ്ങൾ പൈസ കളഞ്ഞൊന്നും മേടിക്കേണ്ട. വീട്ടിൽ തന്നെ സിമ്പിളായിട്ടൊരു പൗച്ച് ഉണ്ടാക്കാം. അത് ഇത്ര ഈസി ആയിട്ട്. ഇതേപ്പോൾ ഞാൻ ഗ്രിഡ് ലൈൻസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്കിനി ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ അതേപോലെ മറ്റേ ഭാഗവും പുറം ഭാഗവും അതുപോലെ തന്നെ വരച്ച് ചെയ്യാം. അതിൻ്റെ ഒട്ടിക്കാം. ഇപ്പം ഞാൻ എടുക്കേണ്ടത് കണ്ട ഒരു അടപ്പില്ലാത്ത പോലത്തെ ഒരു പക്ഷിയും എൻ്റെ ഉള്ള പശയാണ് ഗൈസ് എടുക്കുന്നത്. ഇതിന് കാറ്റ് പോലെ ഒട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ എങ്ങനെയാണ്ട് കഷ്ടപ്പെട്ടാണ് ഈ പശ എടുക്കുന്നത്. നിങ്ങളുടെ നല്ല പശ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഏത് പശ വേണമെങ്കിലും ഒട്ടിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഉള്ള ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് ഗൈസ്. ഇത് അവിടെ ഇരിക്കണം. ഇങ്ങനെ അമർത്തിയിട്ടാണ് ഗൈസ് കിട്ടിയത്. അതിൻ്റെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുടിയൊക്കെ എവിടെയാണെന്ന് ദൈവത്തിനറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ് ഗൈസ് ഇത്. അപ്പം ഞാനിപ്പോൾ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ചെസ്സിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ടേബിൾ ഫുള്ള് വൃത്തികേടാവും. എനിക്ക് അനുഭവം ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഒരു ചെസ്സിൻ്റെ എടുത്തത്. ഇനി നമുക്കിങ്ങനെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം.
പുറം ഭാഗം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഞാൻ ചെയ്താണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ കുറച്ച് തെറ്റിപ്പോയി, എന്നാലും ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ബാക്കിലും ചെയ്യാം. ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാറ്റേൺ പേപ്പേഴ്സ് എന്ത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാഷി ടേപ്പ് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഷി ടേപ്പ് ഇല്ലാത്ത കാരണമുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വാഷി ടേപ്പ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഗൈസ് കാണാൻ. പിന്നെ നമ്മളാണെങ്കിൽ അടിഭാഗം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി നമുക്ക് അടിഭാഗം ഒട്ടിക്കാം. അടിഭാഗം നിങ്ങൾ സെലോ ടേപ്പ് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഡബിൾ ടേപ്പാണ്. നിങ്ങൾക്ക് സെലോ ടേപ്പോ പശയോ അങ്ങനെ വെച്ച് ഒട്ടിക്കാം. അടിഭാഗം നിങ്ങളങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തോ. ഗൈസ് ഇപ്പോൾ കണ്ടോ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട് അവിടെ കണ്ടോ ഉൾഭാഗത്ത് ഡബിൾ ടാപ്പായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ. ഇനി നമുക്ക് കുറച്ചും കൂടി ക്യൂട്ട്നെറ്റ്സ് അങ്ങോട്ട് വാരി വിടാം. അപ്പോൾ അതിന് നമുക്ക് കവായ് സ്റ്റിക്കേഴ്സ് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ്. അവളുടെ പേര് അനയ എന്നാണ്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അനയാസ് വേൾഡ് എന്നാണ്. അപ്പോൾ എല്ലാവരും അനയാസ് വേൾഡിന് സബ്സ്ക്രൈബ് ചെയ്തോളാം ഗൈസ്. അപ്പോൾ അതെ ആ കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ട്നെറ്റ്സ്. പിന്നെ ഞാൻ അതിൽ ചൈന എഴുതിയതൊക്കെ എഴുതി കൊടുത്തു ഗൈസ്. ഒരു ക്യൂട്ട്നെസ് അങ്ങോട്ട് വരട്ടെ. നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും ഗൈസ്. വാഷി ടേപ്പ് മുകളിൽ ഒട്ടിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ അതിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇപ്പം കവായ് സ്റ്റിക്കേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. നിങ്ങൾക്കിനി എൻ്റെ എക്സാമൊക്കെ തുടങ്ങി. നിങ്ങളുടെ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ അവിടെ പോയിട്ടൊക്കെ പട്ടിഷ കാണിക്കാം. അപ്പോൾ ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സ് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു ബ്ലൂ തീം ആയതുകൊണ്ട് ബ്ലൂ ആണ് കൂടുതൽ എടുക്കാൻ നോക്കിയത് ഗൈസ്. പഠിക്കാൻ വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. ഈ ഒരു പൗച്ച് അടിപൊളിയായി
കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉൾഭാഗമൊക്കെ തുറന്നു കാണിച്ചാൽ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് പാനൊക്കെ വെച്ചിട്ട് പട്ടിഷോ കാണിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.